ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു ഓൾ? നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. നീ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം കേട്ടോ. അതേപോലെ നമ്മൾ പറയില്ലേ, ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോയ ഉടനെ ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്യും. നീ കഴിയുന്നത്ര വേഗത്തിൽ ആംബുലൻസ് ഒന്ന് വിളിക്കണേ. ഇങ്ങനെയുള്ള സംസാരം നമുക്ക് ഡെയിലി ലൈഫിൽ കടന്നു വരുന്ന ചില പ്രയോഗങ്ങളാണല്ലേ. അപ്പോൾ ഇത്തരത്തില് നമ്മൾ കഴിയുന്നത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഉടനെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഫ്രേസുകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ഉടനെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ആസ് സൂൺ ആസ് എന്ന് പറയുന്നത്. ആസ് സൂൺ ആസ് എന്ന് പറയുന്നത് പെട്ടെന്ന്, ഉടൻ എന്നൊക്കെ പറയില്ലേ. അതായത് ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ, അതായത് നീ അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം, നീ അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം. അപ്പൊ എത്തി അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. അതും രണ്ടും നടക്കുന്നത് എങ്ങനെയാണ്, സൈമൾട്ടേനിയസ്ലി, കണ്ടിന്യൂസ് ആയിട്ട്, പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ആസ് സൂൺ ആസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ആസ് സൂൺ ആസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ കൂടെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പറയുക എന്നുള്ളത്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിള്, നീ അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം ഇതിൽ പറയേണ്ടത് നീ വിളിക്കണം, നീ എന്നെ വിളിക്കണം എന്നുള്ള സെന്റൻസ് ആണ് നമ്മൾ ആദ്യം പറയേണ്ടത് കേട്ടോ. സോ വിളിക്കണം എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം പഠിച്ചു വിൽ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ എന്താ പറയാ, യു വിൽ കോൾ മീ, യു വിൽ കോൾ മീ, നീ എന്നെ വിളിക്കണം. എപ്പോ, ആസ് സൂൺ ആസ് യു അറൈവ്, നീ എത്തിയ ഉടൻ. എങ്ങനെയാണ് പറയാ, യു വിൽ കോൾ മീ ആസ് സൂൺ ആസ് യു അറൈവ്, നീ എത്തിയ ഉടൻ എന്നെ വിളിക്കണം. ഇതേ സെന്റൻസ് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, ഞാൻ അവിടെ എത്തിയ ഉടൻ ഞാൻ നിങ്ങളെ വിളിക്കും എന്നാണെങ്കിലോ എങ്ങനെയാണ് പറയാ, ഞാൻ വിളിക്കും എന്നാ പറഞ്ഞത് അല്ലെ. ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കും. ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ അറൈവ്, ഞാൻ അവിടെ എത്തിയ ഉടൻ ഞാൻ നിന്നെ വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സെന്റൻസ് തന്നെ നമുക്ക് ഞാൻ അവിടെ എത്തിയ ഉടനെ നിന്നെ വിളിച്ചു എന്നാണെങ്കിലോ, ഞാൻ അവിടെ എത്തിയ ഉടൻ വിളിച്ചു എന്നാണെങ്കിൽ, വിളിച്ചു എന്നാ പറഞ്ഞത് അല്ലെ, വിളിക്കും എന്നല്ല. വിളിക്കും എന്ന് പറഞ്ഞപ്പോ ഐ വിൽ കോൾ എന്ന് പറഞ്ഞു. വിളിച്ചു എന്നാണെങ്കിൽ അത് കഴിഞ്ഞു പോയതാണ്, പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ, ഐ കോൾഡ് യു. കോൾ എന്നുള്ളതിന്റെ പാസ്റ്റ് കോൾഡ്. ഐ കോൾഡ് യു ആസ് സൂൺ ആസ് ഐ അറൈവ്ഡ്. ഞാൻ കഴിഞ്ഞു പോയതാലേ, എത്തിയ ഉടനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഐ അറൈവ്ഡ്. അറൈവ് എന്നുള്ളതിന്റെ പാസ്റ്റ് അറൈവ്ഡ്. അപ്പൊ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. വേറെ എക്സാമ്പിൾ നോക്കാം. ഞാൻ എഴുന്നേറ്റ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഞാൻ പറയാണ്, ഞാൻ എഴുന്നേറ്റ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. സോ ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെ പറയാ, ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആസ് സൂൺ ആസ് ഐ വേക്ക് അപ്പ്. ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ എഴുന്നേറ്റ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നാണെങ്കിൽ എങ്ങനെയാ വരിക, ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയതാണ്. അപ്പൊ മേക്കിന്റെ പാസ്റ്റ് മെയ്ഡ് എന്നാണ് അല്ലെ. സോ നമ്മൾ പറയും I made breakfast as soon as I woke up. Wake up എന്നുള്ളതിന്റെ പാസ്റ്റ് woke up. ഞാൻ എഴുന്നേറ്റ് ഉടൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ ആണല്ലോ. ഇതേ സെന്റൻസ് തന്നെ നമ്മൾ പറയാണ്, അവൾ എഴുന്നേറ്റ് ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അവൾ എഴുന്നേറ്റ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എന്നാണെങ്കിൽ, ഉണ്ടാക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോ ഐ മേക്ക് എന്നാണ് അല്ലെ. ഞാനാണെങ്കിൽ ഐ മേക്ക് എന്ന് പറയും, എന്നാൽ അവൾ ഉണ്ടാക്കാറുണ്ട് എന്നാണ്. സോ ഷീ മേക്സ് എന്ന് പറയും കേട്ടോ.
ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, ഓരോ ടെൻസിലും എങ്ങനെയാണ് പറയാന്നുള്ളത് കേട്ടോ. ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് മേക്സ് എന്നാണ് പറയാ കേട്ടോ. ഷീ മേക്സ് ബ്രേക്ക്ഫാസ്റ്റ് ആസ് സൂൺ ആസ് ഷീ വേക്സ് അപ്പ്. വേക്സ് അപ്പ് എഴുന്നേറ്റ ഉടൻ. ഷീ ആയതുകൊണ്ടാണ് വേക്കിന്റെ കൂടെ എസ് ചേർത്തത്. ഷീ വേക്സ് അപ്പ്. അപ്പൊ ഒരുപാട് സെന്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. വേറെ എക്സാമ്പിൾ നോക്കിയേ. ഞാൻ ഓഫീസിൽ എത്തിയ ഉടൻ എന്റെ മെയിൽ ചെക്ക് ചെയ്യും എന്നാണെങ്കിലോ, ഞാൻ ഓഫീസിൽ എത്തിയ ഉടൻ എന്റെ മെയിൽ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്? സെന്റൻസിന്റെ ആദ്യം പറയേണ്ടത് മെയിൽ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. എന്താ, രണ്ടാമത് നടന്ന കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യം പറയാം. സെന്റൻസ് വെക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. സോ ഐ വിൽ ചെക്ക് മൈ ഇമെയിൽസ്. ഐ വിൽ ചെക്ക് മൈ ഇമെയിൽസ് എപ്പോ? ആസ് സൂൺ ആസ്. ഉടൻ. എന്തുടൻ? എത്തിയ ഉടൻ. ഐ reach. As soon as I reach at the office. ഞാൻ ഓഫീസിൽ എത്തിയ ഉടൻ എന്റെ മെയിൽ ചെക്ക് ചെയ്യും. ഇത് അവന് ഓഫീസിൽ എത്തിയ ഉടൻ അവന്റെ മെയിൽ ചെക്ക് ചെയ്തു എന്നാണെങ്കിൽ എങ്ങനെയാണ് വരിക? അവൻ ഓഫീസിൽ എത്തിയ ഉടൻ അവന്റെ മെയിൽ ചെക്ക് ചെയ്തു എന്നാ പറഞ്ഞത് അല്ലെ. ചെയ്തു എന്ന് പറയുമ്പോ പാസ്റ്റ് ആണല്ലോ. സോ നമ്മൾ ചെക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ചെക്ഡ് എന്നാണ്. സോ ഹി ചെക്ഡ് ഹിസ് ഇമെയിൽ. അവന്റെ എന്ന് പറയാനാണ് ഹിസ് ചേർത്തത്. ഹി ചെക്ഡ് ഹിസ് ഇമെയിൽസ് ആസ് സൂൺ ആസ് ഹി റീച്ച്ഡ്. എത്തിക്കഴിഞ്ഞു അല്ലെ. സോ റീച്ച്ഡ് ഹിസ് ഓഫീസ്. അവൻ അവന്റെ ഓഫീസിൽ എത്തിയ ഉടൻ അവൻ മെയിൽ ചെക്ക് ചെയ്തു എന്നാണ് കേട്ടോ. വേറെ എക്സാമ്പിള്. ഗസ്റ്റ് വന്നയുടൻ ഞങ്ങൾ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. ഗസ്റ്റ് വന്നയുടൻ, അതിഥികൾ വന്നയുടൻ ഞങ്ങളുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും എന്നാണ്, തുടങ്ങും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ പാർട്ടി തുടങ്ങും എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. സോ നമ്മൾ പറയും വി വിൽ അല്ലെ, ഞങ്ങൾ തുടങ്ങുന്നതാണ് അല്ലെ. We will start our party അല്ലെങ്കിൽ we will start the party as soon as the guests arrive. ഗസ്റ്റ് എത്തിയ ഉടൻ ഞങ്ങള് എന്ത് ചെയ്യും? പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് തന്നെ നമ്മൾ പറയാണ്. ഗസ്റ്റ് എത്തിയ ഉടൻ ഞങ്ങൾ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു എന്നാണെങ്കിലോ നമ്മൾ പറയും ചെയ്തു എന്ന്. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടിന്റെ പാസ്റ്റ് സ്റ്റാർട്ടഡ്. We started the party as soon as the guest arrived എന്നായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? വളരെ സിമ്പിൾ ആണ്, നമുക്കിത് യൂസ് ചെയ്യാന് വളരെ സിമ്പിൾ ആണ്. അതുപോലെ നമ്മൾ പറയാണ് വേറൊരു എക്സാമ്പിള്. അമ്മ എഴുന്നേറ്റ് ഉടൻ എന്താണ്? എക്സസൈസ് ചെയ്യാറുണ്ട് എന്നാണ് സെന്റൻസ് എന്ന് വിചാരിക്കുക. അമ്മ എഴുന്നേറ്റ് ഉടൻ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാ വരിക? മൈ മദർ എന്ത് ചെയ്യാറുണ്ട് എന്നാ പറഞ്ഞത്? എക്സസൈസ്. മൈ മദർ എക്സസൈസസ്. എങ്ങനെയാ വരിക? മൈ മദർ എക്സസൈസസ് ആസ് സൂൺ ആസ് ഷീ വേക്ക് അപ്പ്. ആസ് സൂൺ ആസ് ഷീ വേക്സ് അപ്പ്. വേക്സ് അപ്പ് എന്നാണ് വരിക കേട്ടോ. വേക്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈ മദർ എക്സസൈസസ് എന്ന് വന്നത് എന്തുകൊണ്ടാ? മൈ മദർ എന്നുള്ളത് സിംഗുലർ ആണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ എന്താണ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഫോം ചേർത്തിട്ടും പ്ലൂറൽ ആണെങ്കിൽ എസ് ഫോം ഇല്ലാതെ നമ്മുടെ ബേസിക് ഫോം ചേർത്തിട്ടാണ് പറയാ. സോ ഷീ എക്സസൈസസ് ആസ് സൂൺ ആസ് ഷീ വേക്സ് അപ്പ്. ഷീ വേക്സ് അപ്പ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ പറഞ്ഞു കഴിയുന്നത്ര വേഗത്തിൽ എന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. കഴിയുന്നത്ര വേഗത്തിൽ നീ എന്ത് ചെയ്യാ? നിന്റെ മെയിൽ ചെക്ക് ചെയ്യുക. നമ്മൾ പറയാണ് നീ ദയവ് ചെയ്ത് കഴിയുന്നത്ര വേഗത്തിൽ നിന്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടാന്ന് പറയാണ്. അപ്പോ കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് as soon as possible. എന്താ പറയാ? കഴിയുന്നത്ര വേഗത്തിൽ എന്നാണെങ്കിൽ as soon as possible എന്നാണ് നമ്മൾ പറയാ. അപ്പോ നമ്മൾ പറയാണ് പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽസ്. നീ നിന്റെ ഇമെയിൽസ് ചെക്ക് ചെയ്യുക. as soon as possible കഴിയുന്നത്ര വേഗത്തിൽ. എങ്ങനെയാണ് പറയാ?
പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽസ് ആസ് സൂൺ ആസ് പോസിബിൾ. നിനക്ക് കഴിയുന്നത്ര വേഗത്തില് നീ നിന്റെ മെയില് ചെക്ക് ചെയ്യുക. പിന്നെ പറയാണ് കഴിയുന്നത്ര വേഗത്തില് ആംബുലൻസ് ഒന്ന് വിളിക്കട്ടോ എന്ന് പറയാണ്. എങ്ങനെയാണ് പറയാ? പ്ലീസ് കോൾ ദ ആംബുലൻസ് ആസ് സൂൺ ആസ് പോസിബിൾ. നിനക്ക് കഴിയുന്നത്ര വേഗത്തിൽ ആംബുലൻസ് ഒന്ന് വിളിക്കൂ. എങ്ങനെയാ പറയാ? പ്ലീസ് കോൾ ദ ആംബുലൻസ് ആസ് സൂൺ ആസ് പോസിബിൾ. കഴിയുന്നത്ര വേഗത്തിൽ ആംബുലൻസ് വിളിക്കൂ. പിന്നെ അതേപോലെ കഴിയുന്നത്ര വേഗത്തില് നീ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയാണ്. എങ്ങനെയാ പറയാ? യു കോൾ മീ ആസ് സൂൺ ആസ് പോസിബിൾ. യു കോൾ മീ ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെങ്കിൽ പ്ലീസ് കോൾ മീ ആസ് സൂൺ ആസ് പോസിബിൾ. നീ കഴിയുന്നത്ര വേഗത്തില് നീ എന്നെ, യു കോൾ മീ എന്ന് പറയണമെന്നില്ല, കോൾ മീ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം, പ്ലീസ് കോൾ മീ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെന്റൻസിന്റെ ലാസ്റ്റിലാണ് യൂസ് ചെയ്യാറുള്ളത് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അപ്പൊ പറഞ്ഞ എല്ലാ സെന്റൻസിലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്നാൽ ആസ് സൂൺ ആസ് എന്നുള്ളത് സെന്റൻസിന്റെ ഫസ്റ്റിലും യൂസ് ചെയ്യും, മിഡിലും യൂസ് ചെയ്യും. ഇതിൽ ഞാൻ മിഡിൽ യൂസ് ചെയ്യുന്നത് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മിഡിൽ യൂസ് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ഡൗട്ടും കൂടാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈസി മെത്തേഡ് ഫോളോ ചെയ്യുക. ഗ്രാമർ എല്ലാം പഠിച്ചതിന് ശേഷം സംസാരിക്കൂ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. ഗ്രാമർ സൈഡായിട്ട് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോവുക. സംസാരം എന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ കേൾക്കുക. നിങ്ങൾ ലിസണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ സംസാരം ഇംപ്രൂവ് ആയി വരും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.